PMC പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടത് അധ്യാപക സംഘടനകളും രംഗത്ത് വരികയാണ്. KSTAയും AKSTUവും പദ്ധതിക്കെതിരെ എതിർപ്പുമായി രംഗത്തെത്തി. KST എന്ന് പറഞ്ഞാൽ CPM-ന്റെ, AKSTU എന്ന് പറഞ്ഞാൽ CPI-യുടെ. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാൻ പാടില്ലെന്ന് KSTA വ്യക്തമാക്കി. പാഠ്യപദ്ധതിയിലടക്കം കേന്ദ്ര ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കി വേണം പദ്ധതി അംഗീകരിക്കാൻ എന്നാണ് KSTയുടെ ആവശ്യം. പൊതുവിദ്യാലയങ്ങളുടെ നിയന്ത്രണം കേന്ദ്രത്തിന് ഏറ്റെടുക്കാൻ PMCയിൽ വ്യവസ്ഥയുണ്ടെന്നാണ് AKSTയുടെ ആശങ്ക. അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പറഞ്ഞു. പ്രതികരണം ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന് പദ്ധതികൾ നടപ്പാക്കാൻ ന്യായമായ അവകാശമുള്ള കേന്ദ്ര സാമ്പത്തിക സഹായം പലതരത്തിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി കേരളത്തിന്റെ സവിശേഷതകൾക്കനുസരിച്ച് കേന്ദ്ര പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പരിശോധിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം ഗോപാൽ ശിലാസനലുണ്ട്. റഹീസ് റഷീദും ശരത് എസ്.എസും ചേരുന്നുണ്ട്. ആദ്യം ഗോപാൽ ശിലാസനിലേക്ക്. ഗോപാൽ ശിലാസനൽ, ഈ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? തുറന്നു പറയുന്നില്ലെങ്കിലും KSTA ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ഞങ്ങൾ എതിരാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും PMC പദ്ധതി നടപ്പാക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി KSTA നൽകുന്നുണ്ടോ ഗോപാൽ ശിലാസനൽ? ഡോക്ടർ അരുൺ, ഈ വിഷയത്തിൽ KSTA അങ്ങനെ ഒരു പ്രകടമായി സ്പഷ്ടമായി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ പോലും, അതിനെ എതിർക്കുന്നില്ല എങ്കിൽ പോലും വിഷയത്തിൽ വലിയ ആശങ്ക CPM അധ്യാപക സംഘടനയ്ക്ക് ഉണ്ട്. കാരണം നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോഴും ചർച്ചയായപ്പോഴും ക്യാബിനറ്റിൽ വന്നപ്പോഴും എല്ലാം തന്നെ KSTA ഇത് നടപ്പിലാക്കരുത്, അതിൽ വലിയ ഭവിഷ്യത്തുകളുണ്ട് എന്ന കാര്യം സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും KSTA ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അതായത് PMC പദ്ധതി നടപ്പിലാക്കുന്നതിൽ എതിർപ്പില്ല, പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിൽ PMCയുടെ പങ്കുചേരുന്നതിൽ സംഘടനയ്ക്ക് യോജിപ്പില്ല. അതിൽ കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട്. കാരണം NEP കൊണ്ടുവന്നാൽ അതിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാഠ്യപദ്ധതിയിലടക്കം ഈ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന ആശങ്കയാണ്. കാരണം ദേശീയ നയത്തിൽ പാഠ്യപദ്ധതിയിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും അതിൽ പല എതിർപ്പുകൾ കൊണ്ടുവരുന്നതും നാം കണ്ടതാണ്. അത്തരത്തിൽ കേന്ദ്ര വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും അതിന് നിന്നു കൊടുക്കേണ്ടി വരുമെന്നുമുള്ള ഒരാശങ്ക ഈ വിഷയത്തിൽ KSTAക്കുണ്ട്. അതുണ്ടാകില്ല. പാഠ്യപദ്ധതിയിലോ അക്കാദമിക കാര്യങ്ങളിലോ കേന്ദ്ര സർക്കാരിൻ്റെയോ BJPയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണം. സ്കൂൾ മെർജിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കണം. ഇക്കാര്യങ്ങളെല്ലാം KSTA വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് തന്നെ അറിയിക്കുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. അത് നേരിൽ തന്നെ ഒരു കൂടിക്കാഴ്ച ചർച്ചയ്ക്കുള്ള ഒരു കളമൊരുങ്ങും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഗോപാൽ ശിലാസനലാണ്. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, എന്താണ് ഈ വിഷയത്തിൽ AKSTയുടെ നിലപാട്? അരുൺ, CPIയുടെ അധ്യാപക സംഘടനയായ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ശക്തമായ വിയോജിപ്പ് ഇതിനകം തന്നെ പ്രകടിപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ആ കത്തിൽ ഒരു കാരണവശാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നാണ് മന്ത്രിയോട് AKSTU ആവശ്യപ്പെടുന്നത്. അതിനവർ പറയുന്ന കാരണം പ്രധാനമായും സംഘപരിവാർ അജണ്ടകൾ കുത്തിനിറച്ച പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. അത് നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ മാറ്റുന്ന ഒരു പ്രശ്നമാണുള്ളത്. നിലവിൽ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അഡീഷണൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് അത് മറികടക്കാനാവും. പക്ഷേ ഇതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ റിമോട്ട് കൺട്രോളിൽ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്നാകെ മാറും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ ഒപ്പിടരുത് എന്നതാണ് അവരുടെ ആവശ്യം. CPIയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം വന്നു. CPIയുടെ വിദ്യാർത്ഥി സംഘടന AISF ഇന്നലെ പ്രതിഷേധം അറിയിച്ചു. ഇപ്പോൾ AKSTU പ്രതിഷേധം അറിയിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയത്തിനകം AIF-ന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതായത് CPIയും പോഷക സംഘടനകളും പ്രത്യക്ഷത്തിൽ ഇതിനെതിരായ പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോൾ മുന്നോട്ട് പോവുക സർക്കാരിന് എത്രത്തോളം എളുപ്പമായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അരുൺ.